LCU ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു സിനിമ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബെൻസ് എന്നാണ് സിനിമയുടെ പേര്. രാഘവേന്ദ്ര ലോറൻസ് ആണ് നായകൻ. അപ്പോൾ ബെൻസിൻ്റെ പുതിയൊരു ക്യാരക്ടർ പ്രൊമോയുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു 3-4 ദിവസം മുമ്പാണ് വന്നേക്കുന്നത്. നമ്മുടെ മലയാളികളുടെ നിവിൻ പോളിയാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത് എന്നുള്ളൊരു സൂചനയാണ് ഈ ക്യാരക്ടർ പ്രൊമോ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഒരു ഡേഞ്ചർ വില്ലനാണെന്നുള്ളൊരു സൂചന തരുന്നുണ്ട് തുടക്കം തന്നെ. ലോകേഷ് കനകരാജ് പ്രസൻസ്. വിജയം കൊള്ളാം. ഇത് അള്ളപ്പാട്ട് ജ്വല്ലറിയുടെ പ്രൊമോയാണോ? ഒരു ഡൗട്ടുണ്ട്. ഹമ്മർ ഇൻ ദ ഹാൻഡ്. ഒരു റോളക്സ് വൈബ് ചിരി ആണ് പുള്ളി തിരിച്ചേക്കുന്നത്. ഡബിളാണെന്ന് തോന്നുന്നു. இந்த ABCDல கடைசியா ஒரு இது வரும்ல, கோடு போட்ட மாதிரி. ഇസഡൊക്കെ അറിയാത്തവരുണ്ടാവും, എത്ര പഠിപ്പില്ലാത്തവരുണ്ട്. എക്സ്ട്രാ പല്ല് വെച്ചിട്ടുണ്ടോ തോന്നുന്നു പുള്ളിക്ക്. ആ ഒരു വില്ലൻ ആംബിയൻസ് കിട്ടാനായിട്ട്. വാൾട്ടറാണോ? വാൾട്ടർ. വെൽക്കം നിവിൻ പോളി ടു ലോകേഷ് ഇമേജ്. സായ് അബേൻകാർ ഡിജിറ്റൽ. Patriarch Kanan, directed by സംഭവം ഒരു കൊലകൊല്ലി മാസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ചെറിയ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി വരുമ്പോൾ ആ ഒരു മ്യൂസിക്, അകലേന്ന് കാണിക്കുമ്പോൾ അറ്റയർ, അതൊക്കെ ഓക്കെ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നമ്മൾ നിവിൻ പോളിനെ അങ്ങനെ കാണാത്തതുകൊണ്ടാണെന്നറിയില്ല, ചില നടന്മാർക്ക് പക്ഷേ അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു അപ്പിയറൻസിൽ വരുമ്പോഴും അവരുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഇത് കണ്ടിട്ട് അത്ര അങ്ങോട്ടൊരു, ഒന്നാമത് ഒരു റോളക്സ് ഹാങ് ഓവർ അതിൻ്റെ മൊത്തത്തിലൊരു ആംബിയൻസിൽ കിടപ്പുണ്ട്. ഈവൻ ആ പല്ല് വെച്ചുള്ള ചിരി പോലും ശരിക്കും റോളക്സിനെ കാണിക്കുമ്പോൾ റോളക്സിൻ്റെ ഒരു തല വെട്ടിയ ശേഷമുള്ള ഒരു ചിരിയുണ്ട്. ആ ഒരു ചിരിനോട് വളരെ സിമിലറാക്കി കാണിക്കാനാണ് നോക്കിയേക്കുന്നത്. അങ്ങനെയാണ് തോന്നിയത്. ഒരു ക്യാരക്ടർ പ്രൊമോ കൊണ്ട് നമ്മളൊരു നടനെ വിലയിരുത്തുന്നില്ല, പക്ഷേ ഈ ഒരു ക്യാരക്ടർ പ്രൊമോല രീതിയിലാണ് പടത്തിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ടഫായിരിക്കും. എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്നത് ലോറൻസ് ആണ്. ലോറൻസ് അത്യാവശ്യം എല്ലാ മേഖലയിലും, അതൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും നായകനായിട്ടാണെങ്കിലും എല്ലാത്തിലും കോമഡിയിലാണെങ്കിലും കുറച്ച് അപ്പർ ഹാൻഡ് മേടിക്കാൻ കഴിവുള്ളൊരു, ഡാൻസിലാണെങ്കിലും ഒക്കെ കഴിവുള്ളൊരു നടനാണ് ലോറൻസ്. അതിന് ഓപ്പോസിറ്റ് നിവിൻ പോളി വരുമ്പോൾ നല്ല കട്ടയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗുമ്മ് കെട്ടില്ല. എനിവേ, ഒരു മലയാളി എന്നുള്ള നിലയിൽ ലോകേഷിൻ്റെ യൂണിവേഴ്സിലേക്ക് LCUയിലേക്ക് ഒരു മലയാളി ചെന്നതിൽ, ഫഹദിന് ശേഷം ഒരു മലയാളി ചെന്നതിൽ സന്തോഷം. ഫഹദ് മാത്രമല്ല നരേനും ഉണ്ട്, അത് മറക്കാൻ പാടില്ല. അപ്പോൾ നിവിൻ പോളിക്ക് ഈ ക്യാരക്ടർ പ്രൊമോയിൽ കാണിച്ചതിനപ്പുറം സിനിമയിൽ എന്തെങ്കിലും കാണിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ക്യാരക്ടർ പ്രൊമോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിൽ ആ ഒരു അറ്റയർ, ഒരു
കോമഡി ആയിട്ടുണ്ട്.